നമസ്കാരം. സംസ്ഥാന സർക്കാർ ഭൂമിയുടെ പാട്ടനയം പുതുക്കുന്നു. 99 വർഷമെന്ന കാലാവധി വെട്ടിച്ചുരുക്കി 12 വർഷമാക്കും. മുൻപ് പാട്ടത്തിന് കൊടുത്തിട്ടുള്ള ഭൂമിക്കും ഇത് ബാധകമാകും. നിലവിൽ 99 വർഷം വരെ സർക്കാർ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്ന രീതി അവസാനിപ്പിച്ച് 12 വർഷമായി കാലാവധി ചുരുക്കുകയാണ്. ചില വ്യവസായ ആവശ്യങ്ങൾക്കും മറ്റും 30 വർഷം വരെ പാട്ടം അനുവദിക്കും. ഇതിനായി ചട്ടഭേദഗതി കൊണ്ടുവരും. പാട്ടം കൊടുത്തു കഴിഞ്ഞ ഭൂമിക്കും ഇത് ബാധകമാകും. എന്നാൽ രാജഭരണകാലം മുതൽ പാട്ടത്തിന് കൊടുത്ത വൻകിട തോട്ടങ്ങളെ പുതുക്കിയ നയം ബാധിക്കില്ല. ചട്ടഭേദഗതിയുടെ കരട് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് തയ്യാറാക്കി റവന്യൂ വകുപ്പിന് അടുത്തയാഴ്ച സമർപ്പിക്കും. ഗ്രാമപ്രദേശങ്ങളിൽ 1964 ഭൂപതിവ് ചട്ടപ്രകാരവും നഗരമേഖലകളിൽ 1995 ചട്ടപ്രകാരവും പാട്ടത്തിന് നൽകുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിക്കാണ് പുതിയ നയം ബാധകമാവുക. നിലവിൽ 1000 കോടിയിലേറെ രൂപയാണ് പാട്ടക്കുടിശ്ശിക. വിപണി വില അടിസ്ഥാനമാക്കിയുള്ള പാട്ട നിർണയമാണ് കുടിശ്ശിക ഉയരാൻ കാരണം. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലെ പ്രയാസം കണക്കിലെടുത്ത് പുതിയ നിർണയരീതി നടപ്പിലാക്കിയേക്കും. സർക്കാർ ഇതര സ്ഥാപനങ്ങൾ എന്നും വരുമാനമുള്ളവ വരുമാനമില്ലാത്തവ എന്നും പാട്ടകക്ഷിയെ രണ്ടായി തിരിക്കും. പാട്ടത്തുക നിശ്ചയിക്കുന്നതിൽ ഇതും മാനദണ്ഡമാകും എന്നാണ് സൂചന. മിനിമം പാട്ടകാലാവധി 1 ദിവസമാണ്. സാധാരണ കേസുകളിൽ 12 വർഷവും. സ്വകാര്യ വ്യവസായ സംരംഭങ്ങൾക്കും മറ്റും പരമാവധി 5 വർഷത്തെ പാട്ടം അനുവദിച്ച ശേഷം 5 തവണ വരെ നീട്ടിക്കൊടുക്കും. 3 മാസമാണ് കാലാവധിയെങ്കിൽ വാർഷിക പാട്ടത്തുകയുടെ 4/1 തുക ആദ്യം കൊടുക്കണം. 1 വർഷം വരെയുള്ള കേസുകളിൽ 1 വർഷത്തെ മുഴുവൻ തുകയും അടയ്ക്കണം. സർക്കാർ വകുപ്പുകൾ, അർദ്ധ സർക്കാർ, തദ്ദേശ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്കാണ് പാട്ടത്തിന് നൽകുക.